ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ ബിടെക്. ഈ മൂന്നോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പൊ ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യം തന്നെ നമ്മൾ ഗേറ്റിന് പഠിച്ചാൽ ബാക്കിയുള്ള ഒരു പരീക്ഷകൾക്കെല്ലാം അതാണ് ആരെടുത്ത് എങ്ങനെയാണ് ഫസ്റ്റ് റാങ്ക് ഉണ്ടാക്കിയത്, അതായത് ആ പയ്യൻ ഏതൊക്കെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ കോച്ചിങ് ആയിരുന്നത്. they will realize that അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇത് ഞാൻ പഠിച്ച എന്റെ എഞ്ചിനീയറിംഗിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഈ പറയുന്ന ഏതെങ്കിലും സാറന്മാര് ഗേറ്റ് എഴുതി പാസ്സായിരുന്നെങ്കിൽ അവരിത് പറയില്ല. അവർക്കറിയില്ല ഗേറ്റ് എന്നുള്ളതാണ് സത്യം. ഹലോ ആൻഡ് വെൽക്കം ടു ദ വെരി ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ബിടെക് ട്യൂട്ടർ പോഡ്കാസ്റ്റ്. ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഗേറ്റ്, ടെക്നിക്കൽ PSC, പിന്നെ നമ്മുടെ KTU സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസിനെ കുറിച്ചാണ്. ജോയിനിങ് us today is none other than Prince Anthony sir, head of engineering PSC private limited, ബിടെക് ട്യൂട്ടർ ആൻഡ് സിഗ്മ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഗേറ്റ് എയറിൽ 90ഉം 120 റാങ്ക്, IAS 3 വട്ടം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഡെസ്പൈറ്റ് ഓൾ ദിസ്, chosen to come back to Kerala with a single dream. കേരളത്തിന് ഒരു ഗേറ്റ് 1ാം റാങ്ക്. പ്രിൻസി സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു നിതിൻ, താങ്ക് യു സാർ. നമ്മുടെ പ്രിയങ്കരനായ നടൻ മോഹൻലാലിനെ എല്ലാവരും പറയുന്നത് ദ കംപ്ലീറ്റ് ആക്ടർ എന്നാണ്. അതേക്കുറിച്ച് മോഹൻലാലിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് അത് ആളുടെ ഒരു സ്വപ്നമാണെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഗേറ്റിന്റെ കേസ് എടുക്കുന്ന വെച്ചാല് ഗേറ്റിൽ സ്കോർ ചെയ്യുന്നുണ്ട്, അതൊരു വലിയൊരു സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗേറ്റിൽ 1ാം റാങ്ക് തന്നെ വേണമെന്ന് പറയുന്നത് സാറിന് അതൊരു ഡ്രീം ആയിട്ട് വരുന്നത്. ശരിക്കും എന്താണ് സാറിന് അങ്ങനെ ഒരു ഡ്രീം വരാനുള്ള കാരണം? യെസ് നിതിനെ, സത്യത്തില് ഗേറ്റ് റാങ്ക് പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ 1ാം റാങ്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ സത്യത്തിൽ എന്താ ഉണ്ടാകുന്ന ചോദിച്ചാല് ഈ പറഞ്ഞു വന്ന ഒരു കുട്ടികളുടെ അവയർനെസ് വളരെ മോശമാണ്. അല്ലെങ്കിൽ അവരാരും അറിയുന്നില്ല. രണ്ടാമത് അവർക്ക് നല്ലൊരു കോച്ചിങ് കേരളത്തിലില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു നല്ല റാങ്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കൂടെ തന്നെ ഈ പറഞ്ഞ ബിടെക് ട്യൂട്ടർ, എഞ്ചിനീയറിംഗ് PSC എല്ലാം ഉണ്ടാക്കാനുള്ള കാരണം ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. അത് സാറ് പറഞ്ഞത് വളരെ സത്യമാണ്. KTU ബിടെക് പഠിക്കുന്ന നമ്മുടെ പിള്ളേർക്കാർക്കും ഈ പറഞ്ഞ പോലെ ഗേറ്റിനെ കുറിച്ച് യാതൊരു അവയർനെസ് ഇല്ല. അപ്പോ ഇതിന് നമുക്കൊരു അക്കാഡമിക് ഫെയിലിയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ലെവൽ പ്രോബ്ലം, എങ്ങനെയാണ് നമുക്ക് അതിന് വിശദീകരിക്കാൻ പറ്റുക? യെസ്, ഐ വുഡ് സേ ബോത്ത്. ഇതിനെ ആക്ച്വലി എന്താന്ന് ചോദിച്ചാല് നമ്മുടെ കുട്ടികൾക്ക് ഗേറ്റിനെ കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ല. കൂടെ തന്നെ ഇവർക്ക് എഞ്ചിനീയറിംഗ് എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ള ഒരു ടെൻഷനിലാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ ഗേറ്റ് ബിടെക്കിന്റെ പാസ്സാകലാണ് അവരുടെ നിർബന്ധത്തിലുള്ളത്. സത്യം പറഞ്ഞ ഈ ബിടെക്കില് അപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സത്യം പറഞ്ഞ അവിടുന്ന് കോളേജുകാര് അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് ആണ് ഈ പറഞ്ഞ പോലെ ഈ അവയർനെസ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് വേറെ അവിടെ നിന്നും കിട്ടാനില്ലല്ലോ. അപ്പോ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും ലാസ്റ്റ് ഒരു 25 അല്ലെങ്കിൽ ഒരു 40 years എന്ന് ഞാൻ വേണം എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഞാൻ വരുന്നതിന് മുന്നേ ഒരു 20 years ഉണ്ടെന്ന് എന്റെ വിശ്വാസം. അപ്പൊ ഒരു 40 years ആയിട്ട് എഞ്ചിനീയറിംഗിന്റെ സബ്ജക്ട്സിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പൊ കുറച്ച് AIയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ ഒരു മാറ്റം ഉണ്ടാകാത്തിടത്തോളം കാലം അവിടെ നിന്നും ഒരു മാറ്റങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, പേര് പറയണില്ല. അപ്പൊ പുള്ളിക്കാരി തൃശ്ശൂര് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കുട്ടി ജോയിൻ ചെയ്ത കാര്യം പുള്ളിക്കാരുടെ ടീച്ചറിന്റെ അടുത്ത് പറയുമ്പോ അപ്പൊ ടീച്ചറിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു, ഗേറ്റ് ഒക്കെ ഭയങ്കര പാടാണ്. ഇതേപോലെയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞു എന്ന് വെച്ചാല് സത്യം പറഞ്ഞെന്ന് വെച്ചാല് അവര് ഡീമോട്ടിവേറ്റഡ് ആവണം. ഇതിനെ അതിന് വലിയൊരു കാര്യം പറയാം. ഈ പറയുന്ന ഏതെങ്കിലും സാറന്മാര് ഗേറ്റ് എഴുതി പാസ്സായിരുന്നെങ്കിൽ അവരിത് പറയില്ല. അവർക്കറിയില്ല ഗേറ്റ് എന്നുള്ളതാണ് സത്യം. ഈ പറഞ്ഞ കുട്ടിയോട് ഞാനത് തന്നെയാ പറഞ്ഞ, നിങ്ങള് ഗേറ്റ് കിട്ടി, നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കിട്ടിയ ആളുടെ അടുത്ത് ചെന്ന് ചോദിക്കും. അപ്പൊ അവര് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് തരും, എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ പറയും. ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുടെ അടുത്ത് ചോദിച്ചാൽ അവര് നെഗറ്റീവേ പറയുള്ളൂ. സാറേ, അതുപോലെ തന്നെ നമുക്കിപ്പോ 2019 സ്കീം കഴിഞ്ഞു, ഇപ്പൊ 2024 സ്കീമായി. 2024 സ്കീമിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ABC എന്ന് തിരിച്ച് കുട്ടികൾക്ക് വേണ്ട പോർഷൻസ് തന്നെയാക്കി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്കീമാണ് കൊണ്ടുവന്നേക്കുന്നത്. സ്റ്റിൽ കുട്ടികൾ ഇതിനെ കുറിച്ച് അവെയർ അല്ല, ഒന്നാമത്തെ കേസ്. മാത്രമല്ല ഇതെങ്ങനെ നമുക്ക് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും? ഇതിനെ ഞാൻ മുമ്പേ പറഞ്ഞു, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ടീച്ചേഴ്സിന് ഒരു ചേഞ്ച് വരാത്തിടത്തോളം കാലം ഈ പറയുന്ന 2019 സ്കീമായാലും 2015 സ്കീമായാലും 24 സ്കീമായാലും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കുട്ടികളുടെ ബേസിൽ. ഞാൻ യഥാർത്ഥത്തില് നമ്മളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു KTU യൂണിവേഴ്സിറ്റി ബെറ്റർ ആണ്. എനിക്ക് തോന്നുന്നത് എറൗണ്ട് ഒരു 19 കുട്ടികൾ വന്ന് അതിൻ്റെ അത് കമന്റ് അടിച്ചു, ഇത് മോശമാണ്. അവസാനം എന്നെയും പൊങ്കാലയിട്ട സ്ഥിതിയായിരുന്നു.
അല്ല, അത് ഉണ്ടായതാണ്. അപ്പൊ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ എൻ്റെ അത് കാണാനുണ്ട്. അവിടെ വ്യക്തമാണത്. ശരിക്കും അവർക്ക് K2 സിലബസ് ഫാർ ബെറ്റർ ആണ്. പക്ഷെ ഇവിടുത്തെ ഒരു തരത്തിലും കരിക്കുലത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ടീച്ചേഴ്സ് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെയാണ് കുട്ടികൾ മൊത്തം കുറ്റം പറഞ്ഞത് K2 അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിനെയാണ് എല്ലാവരും കുറ്റം പറഞ്ഞത്. ഈ പ്രശ്നങ്ങളൊക്കെ എന്താ പറയാ, കുട്ടികളെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യാണ്, ഈ രീതിയിലൊക്കെയാണ് കഥകൾ. അതെ 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 യഥാർത്ഥത്തില് കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തത് ഇങ്ങനെയായിരുന്നു. കാരണം എനിക്ക് വന്നൊരു മെസ്സേജ് തന്നെയായിരുന്നു, യൂണിവേഴ്സിറ്റി പൈസയ്ക്ക് വേണ്ടി, കുട്ടികളുടെ പൈസ ലഭിക്കാൻ വേണ്ടി ഈ പറഞ്ഞു വന്ന K2 റീവാലുവേഷന് കൊണ്ട് പാസ്സാക്കുന്നു, അല്ലാത്ത സമയത്ത് കൃത്യമായിട്ട് കേട്ടതാണ് ഈ പറഞ്ഞ അതേ ഇത്. ഞാനൊരു നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും കുട്ടികൾ ഒന്ന് റെസ്പോണ്ട് ചെയ്തു, തനിക്ക് അറിയില്ലോടോ എന്ന് വരെ അവസാനം ചോദിച്ചു. അപ്പൊ ഇത് വിശ്വസിക്കുന്നതാണ്. പക്ഷെ എന്റെ ബിലീവ് ഞാൻ പറയാം, ഒരു തരത്തിലും എന്റെ കുട്ടികളോടായാലും ഞാൻ നിങ്ങളോടായാലും പറയുന്നു, നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ ബ്ലെയിം ചെയ്തിട്ട് നത്തിങ് യു വിൽ ഗെറ്റ്. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒന്നേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് കുറ്റങ്ങളും പറഞ്ഞ് നിങ്ങൾ കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കും. അവസാനം പാസ്സായി പോകുന്നതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നന്നാക്കുന്നതിലോ K2 ഒരു പങ്കുമില്ല. അവരവരുടെ കാര്യം നോക്കും. യൂണിവേഴ്സിറ്റിക്ക് ഒന്നും സംഭവിക്കാനില്ല. കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെന്നും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. സീരിയസ്ലി സാറേ, ഐ ബിലീവ് ഇൻ ദാറ്റ്. അപ്പൊ അവർക്കുണ്ടാകേണ്ട ചേഞ്ച് എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ പറയുന്ന 4-5 ദിവസങ്ങളിലാണ് നമ്മളുടെ കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സാകാറ്. മോസ്റ്റ് ഓഫ് ഒരു 90% ഞങ്ങളുടെ കാലം തൊട്ടേ അങ്ങനെയാണ്. അവസാനം പരീക്ഷ വരുന്ന ഒരു 4-5 ദിവസം പഠിക്കും. അപ്പൊ ഈ പഠനം ഒരു 4-5 ദിവസം മാറ്റിയിട്ട് ഒരു 6-7 ദിവസം ആക്കുന്ന രീതിയിലോട്ട് മാറിയാൽ യൂണിവേഴ്സിറ്റി തോൽപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ല, ഏത് സാറുമാര് വിചാരിച്ചാലും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ബിലീവ് എന്ന് പറയാം, 56 പേപ്പറും ഒരുമിച്ച് പൊക്കിയതാണ്. ആ 56 പേപ്പർ ഒരുമിച്ച് പൊക്കിയോണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, നല്ലപോലെ പഠിക്കുന്നവർ ഈസി ആയിട്ട് പാസ്സാകും. അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതിക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പറയണെന്ന് വെച്ചാല്, ശരിക്കും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ കാര്യങ്ങൾ വരുന്ന വെച്ചാല്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് യൂണിവേഴ്സിറ്റി അല്ല, അവര് ഏതെങ്കിലും 3 കോളേജിനെ ഏൽപ്പിച്ച 3 കോളേജുകാരാണ് 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. ഈ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടണമെന്ന് മാത്രമേ നമ്മുടെ യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്നുള്ളൂ. അത് പരീക്ഷയുടെ കാലത്ത് സെറ്റ് A ആണോ B ആണോ C ആണോ ഇത്ര പറയുള്ളൂ. ഇനി നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഉണ്ടാക്കിയ ആളുകൾ തന്നെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, എത്ര മാർക്ക് ഏതൊക്കെ പോയിന്റുകളിന് ഇടണം എന്നുള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇതനുസരിച്ചിട്ട് പേപ്പർ നോക്കുന്നത് ക്രിയേറ്റീവ് അല്ല, അത് ഈ പറഞ്ഞ സാറുമാര് തന്നെ വന്നിട്ടാണ് പേപ്പർ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇത് വളരെ വ്യക്തമാണിത്. ഇത് വ്യക്തമായിരിക്കുമ്പോഴും നമ്മുടെ ഇവിടെ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഇൻജക്ട് ചെയ്യാണ്, ക്രിയേറ്റീവ് ആണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതില് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നൊരു വരുന്നുണ്ട്, ഈ ട്യൂഷനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുനിന്ന് അവർ ഇൻജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ പോകാനുള്ള മെയിൻ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്ത്, ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാകുന്നില്ല. കൂടെ തന്നെ ഈ കുട്ടികൾ അവസാനം വരെ പഠിക്കാതെയൊക്കെ വരുമ്പോൾ അവരോടൊരു ഒരു പേഴ്സണലായിട്ടൊരു ദേഷ്യം വരുന്നുണ്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പല ഈ പറഞ്ഞു വന്ന ഗവൺമെന്റ് കോളേജ്, ഞാൻ പഠിച്ച കോളേജ് വെച്ചിട്ടാണെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും, നമ്മൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മുഴുവൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയൊന്നും അല്ല ഒരിക്കലും പഠിക്കുന്നത്, അത് ഉറപ്പാണ്. അതിനുശേഷം ഒരു ഫോർ എ സേക്ക് ഓഫ് യൂണിവേഴ്സിറ്റി എക്സാം നമ്മൾ ആ പറയുന്ന എക്സാം എഴുതുക തന്നെയാണ് ചെയ്യാറ്. അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ ഗേറ്റോ അല്ലെങ്കിൽ PSC എക്സാംസ് ആണെങ്കിൽ അതിനൊക്കെ പഠിക്കാൻ പോകുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ്. സാർ ഇപ്പൊ പറഞ്ഞപ്പോ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 56 സപ്ലി ഒറ്റയടിക്ക് തൂക്കുന്നത്. അപ്പൊ ഈ 56 ഇവിടെ ഫുൾ പാസ് ആയതിനു പോലും ഗേറ്റിനെ കുറിച്ച് അവയർനെസ് ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ആ ടൈമിൽ 56 സപ്ലി അടിച്ചിട്ട് ആ ടൈമിൽ ഗേറ്റിന് പോകാനുള്ള പ്രചോദനം എന്തായിരുന്നു? സാറേ, ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ പറയേണ്ടത്, എനിക്ക് വന്നൊരു മെസ്സേജാണ്. എന്റെ വീഡിയോയിൽ അല്ലെങ്കിൽ എന്റെ ചാനലിൽ വന്നൊരു ഡയലോഗാണ്, 56 സപ്ലി പാസ്സായിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണോ? അല്ല, പൂർണ്ണമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, ഞാൻ പഠിച്ചത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ഇപ്പോഴത്തെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സാർ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ. അപ്പോൾ ജയപ്രകാശ് സാർ എന്നാണ് ഇപ്പോൾ ഉള്ളത്. ഈ പറയുന്ന എല്ലാവർക്കും ഒരു പരിധിവരെ എന്റെ നിക് നെയിം അറിയാം, അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. അച്ചായൻ എത്ര സപ്ലൈ ഉണ്ടെന്ന് അവരോട് ചോദിച്ചാൽ പോലും പറയാൻ പറ്റും. ഞാൻ പിന്നെ ഇതൊന്നും നിങ്ങളുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ തന്നെ അറിയോ, എല്ലാരും വിചാരിക്കുന്നത് സാറേ, പ്രത്യേകിച്ച് പറയുന്നു, ഞാൻ പഠിക്കാൻ ചെന്നപാട് തന്നെ ഇന്റൻഷനലി എന്നാ 56 സപ്ലി വേണം എനിക്ക് എന്ന് ഇന്റൻഷനലി ഉണ്ടാക്കിയതൊന്നുമല്ല. അത് യഥാർത്ഥത്തിൽ ആ പറയുന്ന സമയത്ത് ഉണ്ടായിപ്പോയതാണ്.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന ചേഞ്ചുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ പറയുന്ന പോലെ 56 സപ്ലികൾ ഇന്റൻഷ്യലി ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, ജീവിതത്തിൽ ഭാഗമായിട്ട് അങ്ങനെ ഓടി ആ ഒരു കോളേജ് ലൈഫിൽ അങ്ങനെ പോയ സമയത്ത് ഉണ്ടായിപ്പോയതാണ്. അപ്പൊ അങ്ങനെ പറയുന്നത് ഈ 56 സപ്ലൈ എഴുതെടുക്കാൻ വേണ്ടി അതിന് സഹായമാവെന്ന് വിചാരിച്ചിട്ട് ഗേറ്റിന് പോയി ജോയിൻ ചെയ്ത് അത് ഗേറ്റ് സാർ ഈ പറയുന്ന പോലെ ഒന്നും അല്ല അവസ്ഥ. ശരിക്കും 56 സപ്ലികൾ എഴുതുന്ന സമയത്ത് മുഴുവൻ ഇരുട്ടാണ്. ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് നോക്കിയാൽ ഒരു പ്രത്യാശയുടെ കിരണങ്ങളില്ല. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഇപ്പൊ സപ്ലി ഉള്ള ഒരു 4-5 പേരുള്ളവർക്കും 10 പേരുള്ളവർക്കും 20 പേരുള്ളവർക്കും ഞാൻ കേൾക്കുന്ന ഒരു വേർഡ് ഇതാണ്. എനിക്ക് ഒത്തിരി മെസ്സേജുകളും എനിക്ക് തരുന്ന കോളുകളിലെല്ലാം കേൾക്കുന്ന ഒരു വേർഡ് ഡിപ്രഷനാണ് സാർ. ഡിപ്രഷൻ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു. അപ്പൊ അവിടുന്ന് കേൾക്കുന്നതിന്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, അവരോടായാലും നിങ്ങളോടായാലും പറയാവുന്നേ ഉള്ളൂ. ഇന്നിപ്പോ നിങ്ങൾ ഈ ഡിപ്രഷൻ പറയുന്നുണ്ടെങ്കിൽ ഞാനും പറയുന്നു, നിങ്ങളുടെ ആ കാലത്ത് വീട്ടുകളിൽ നിന്നായാലും കൂട്ടുകാരിൽ നിന്നായാലും ഈ പറയുന്ന മറ്റു സാറുമാരുടെ കയ്യിൽ നിന്നായാലും എനിക്കും ലഭിച്ചിട്ടുള്ളത് നല്ലയുള്ള വേടുകളൊന്നുമല്ല. നീ ഒന്നും ഒരിക്കലും നന്നാവൂല, അല്ലെങ്കിൽ നീ ഒന്നും പാസ്സാവൂല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒന്നുണ്ട്, അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ റിസൾട്ട് തീരുമാനിക്കുന്നതെല്ലാം നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. എന്നാലും സാറിന്റെ ഭാഗത്തുനിന്ന് ഒരു ട്രെയിനിങ് പോയിന്റ് ഇങ്ങനെ വേണം, ഒരു തീരുമാനം. ഞാൻ 56 സപ്ലി എഴുതി എടുക്കും, അല്ലെങ്കിൽ ഞാൻ ഗേറ്റ് സ്കോർ ചെയ്യും. ആ ഒരു തീരുമാനം ഏത് നിമിഷത്തിലാണ് സാറ് എടുത്തത്? അതിന് ഒറ്റ ഉത്തരവേ പറയാനുള്ളൂ. ഞാന് ഒരു തരത്തിലും വിശ്വസിക്കുന്നില്ല എനിക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകളോ കാര്യങ്ങളോ ഉണ്ടെന്ന്. എനിക്കുണ്ടായ ജീവിത അനുഭവങ്ങളിലൂടെയും എന്റെ പ്രശ്നങ്ങളിലൂടെ തന്നെ നമ്മുടെ എല്ലാ മനുഷ്യരിലും, ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, നിങ്ങൾക്കായാലും ഈ സപ്ലി കിട്ടുന്ന എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാണ്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് അവർക്കൊരു ലൈഫ് പോക്ക് ചെയ്യും, അല്ലെങ്കിൽ അവരെ ഞോണ്ടും. അത് കൂട്ടുകാർ വഴിയാകാം, ചിലപ്പം സാറുമാർ വഴിയാകാം, ചിലപ്പം ഈ പറഞ്ഞു വന്ന വീട്ടുകാർ വഴിയാകാം. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ ഏത് പെർസ്പെക്റ്റീവിൽ എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരി കുറവുകളുള്ളത്. കാരണം സപ്ലൈ ഉള്ളവരെ എങ്ങനെയാ കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ എന്റെ S6 വരെ വാഷ് ഔട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അവരെല്ലാം വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ പറഞ്ഞ പരിപാടിക്ക് വന്നതൊന്നുമല്ല, എന്തോ കളിക്കാൻ വേണ്ടി തമാശന് വന്നെന്നുള്ളത് തന്നെയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാനിത് പാസ്സാവുന്നു, ഞാൻ ഈ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കും എന്നുള്ളത്. സാറ് നേരത്തെ പറഞ്ഞല്ലോ ഡിപ്രഷന്റെ കേസ്. ഈ പറഞ്ഞ കുട്ടികൾ നമുക്ക് തന്നെ ഇഷ്ടംപോലെ കോളുകളാണ് വരുന്നത്. കൂടുതലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഈ സപ്ലൈ അടിച്ചു പാസ്സാകുന്നില്ല, ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുന്നു. ഇത് പല സ്റ്റേജിലാണ്. ഇപ്പോ ഒരു കുട്ടി കോണ്ടാക്ട് ചെയ്തത് പുള്ളിക്കാരിയെ കോളേജുകാരാണ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിനക്ക് സപ്ലൈ ഉണ്ട്, നീ ഇവിടെ പാസ്സാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ കുട്ടീനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ സാറിനും ഇങ്ങനത്തെ കേസുകളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും. സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും ഇവരെ ബ്ലെയിം ചെയ്യാത്തതിന് കാരണമുണ്ടെന്നതിന്. കാരണം എന്താന്ന് ചോദിച്ചാല്, ഈ കുട്ടികളുടെ അടുത്ത് എനിക്കിപ്പോ പറയാം, നിങ്ങളുടെ സാറുമാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സാറുമാരാണ് കുറ്റക്കാർ. ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ കുട്ടിക്കോ ഈ പറയുന്ന എനിക്കോ ഈ പറയുന്ന സാറുമാർക്കോ ഒരു നഷ്ടപ്പെടാനില്ല, അവർക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. ഇവിടെ തിരിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, ജീവിതത്തിൽ എല്ലായിടത്തും, ഞാൻ എന്റെ ജീവിതം വെച്ചും പറയുന്നു, ജീവിതത്തിൽ എല്ലായിടത്തും ഇങ്ങനെയുള്ള പല നെഗറ്റീവ് വശങ്ങളും ഉണ്ടാവും എല്ലാ മനുഷ്യർക്കും. അത് ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഞാനിതാ പറഞ്ഞു വന്ന് നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ജീവിതം പോക്ക് ചെയ്യും. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നേ പറയാൻ എനിക്കുള്ളൂ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഞാൻ ഒരു കാര്യം പറയുള്ളൂ, നിങ്ങളുടെ കോളേജുകാരെല്ലാം നല്ലവരാണെന്നോ നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം നല്ലവരാണെന്നോ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയെ ഈ പറയുന്ന നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കോളേജിനെയോ നിങ്ങളുടെ ഈ പറഞ്ഞ ടീച്ചേഴ്സിനെയോ യൂണിവേഴ്സിറ്റിയോ ഒക്കെ ബ്ലെയിം ചെയ്തിട്ട് നത്തിങ് യു വിൽ ഗെറ്റ്. അവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നും ശപിക്കാനും ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കേസ് ചെയ്യാനും ഒക്കെ ഒരാളുണ്ടാവും. പക്ഷെ അതുകൊണ്ട് നത്തിങ് വിൽ യു വിൽ ഗെറ്റ്. അപ്പോൾ ഉണ്ടാകേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ച്, ഈ പറയുന്ന സേക്ക് ഓഫ് യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിൽ കൂടി നിങ്ങളെല്ലാവരും, ഞാൻ പറയില്ല ഒരിക്കലും ഈ പറയുന്ന ഗേറ്റ് എഴുതണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ ടെക് ഫീൽഡിൽ തന്നെ പോകണമെന്നോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി പേര് എന്റർപ്രണർഷിപ്പിലോട്ട് പോകുന്നുണ്ട്. അത് ഒന്നും എല്ലാം എനിവേ നിങ്ങളുടെ ഡിസിഷനാണിത്, അപ് ടു യു. അവിടെ ഒന്നും ഞാനൊന്നും പറയില്ല. പക്ഷെ ജസ്റ്റ് കം ഹിയർ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സേക്ക് ഓഫ് ഈ പറഞ്ഞു വന്ന യൂണിവേഴ്സിറ്റി എക്സാം ഫിനിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ബിടെക്കിന്റെ പേരിൽ സ്റ്റഡി വെരി വെൽ, അത് ഫിനിഷ് ചെയ്യുക തന്നെ ചെയ്യുക. ഞാൻ ഇവിടെ ഒരു കാര്യം എടുത്തു പറയുന്നു, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാകാൻ നമുക്കൊരു 5-6 ദിവസം പഠിച്ചാൽ മതിയാവും.
അത് പക്ഷെ നിങ്ങൾ ആത്മാർത്ഥതയോടെ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ഈസിലി പാസ്സാകാൻ പറ്റും. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു എഞ്ചിനീയറായിട്ട് തന്നെ ജോലി ചെയ്യാനല്ല. നമ്മളുടെ ഫീൽഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങേയറ്റം നമ്മൾ ബസ് ഡ്രൈവർ തൊട്ട് അങ്ങേയറ്റം ഈ പറഞ്ഞു വന്ന മത അധ്യാപകന്മാരായിട്ട് വരെ നമ്മുടെ എഞ്ചിനീയറിംഗുകാരുണ്ട്. നമ്മൾ തൊടാത്ത ഒരു ഫീൽഡേ ഉള്ളൂ എന്റെ അറിവിൽ, അത് ഡോക്ടർ ഫീൽഡാണെന്ന് എനിക്ക് തോന്നുന്നു. സാർ അപ്പോ ഈ പറഞ്ഞ പോലെ ഗേറ്റിൽ ഇത്ര നല്ല റാങ്കും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന വെച്ചാൽ സാറ് ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഗേറ്റിന്റെ അധ്യാപകനായിട്ട് തന്നെയാണ് തുടങ്ങിയത്. അവിടെ ഒരു ഹൈ പ്രൊഫൈൽ ആയിരുന്നു സാറിനുണ്ടായിരുന്നത്. ഈവൺ നമ്മുടെ ഗേറ്റിന്റെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെസ്റ്റ് ട്യൂബുകളുടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സാറാണ്. സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇതിനെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ആദ്യ വർഷം മേഡീസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 15 വർഷത്തെ അന്നത്തെ വരെയുള്ള ഗേറ്റ് ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കലായിരുന്നു എന്റെ ഒരു വർഷത്തെ വർക്ക്. നെക്സ്റ്റ് ഇയറിൽ വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞു വന്ന എഞ്ചിനീയറിംഗ് സർവീസിന്റെ കൺവെൻഷൻ ബുക്ക് അവിടെ സോൾവ് ചെയ്യുക എല്ലാ വർഷത്തെയും. അതും ഒരു ലിറ്റിൽ ബിറ്റ് ത്രില്ലുള്ള ഒരു ജോലി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 1-2 വർഷം അവിടെ നിന്ന് ജോലി ചെയ്ത ആളാണ് ഞാൻ അവിടെ. സാറ് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പി എസ് സി എടുക്കുമ്പോൾ സാർ അവിടെ 1ാം റാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പി എസ് സിയിൽ നമുക്ക് നല്ല റിസൾട്ട്സ് ഉണ്ട്. അപ്പൊ ആ റിസൾട്ട്സ് നമുക്ക് സത്യം പറഞ്ഞ ഗേറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതെന്തായിരിക്കും, നമുക്ക് പി എസ് സിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഗേറ്റിലുള്ള ആ റിസൾട്ട് നമ്മുടെ സാറിന്റെ സ്വപ്നം പോലെ 1ാം റാങ്കിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത് ഞാൻ പറയുന്നത്, ഈ പി എസ് സിയിൽ റാങ്ക് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഗേറ്റിൽ റാങ്ക് ഉണ്ടാക്കണം എന്ന് പറയുന്ന ആ ഒരു ഇത് നമുക്ക് ബിടെക്കിൽ സാറിന്റെ ഇൻവോൾവ്മെന്റ് കുറവാണ്. ബിടെക്കിന്റെ കാര്യത്തിൽ സാറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ബാക്കിയുള്ള സ്റ്റാഫുകളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതെന്താണ് ആ ഒരു വ്യത്യാസം ഈ 3 മേഖലയിൽ? അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ പി എസ് സിയുടെ കേസ് പറയാം. ഇപ്പോൾ കേരള പി എസ് സി ടെക്നിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ലെവലിലുള്ള ഒക്കെ പരീക്ഷകൾ എഴുതുന്നത് കൂടുതലായിട്ടും ലേഡീസാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു 32 വയസ്സ് അല്ലെങ്കിൽ 31 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ദേ വിൽ റിയലൈസ് ദാറ്റ് അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല, ഇത് ഞാൻ പഠിച്ച എന്റെ എഞ്ചിനീയറിംഗിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നൊരു തോന്നൽ അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടായി. ഞാൻ എന്റെ ഒരു പേഴ്സന്റേജ് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ 5 കുട്ടികൾ ആമ്പിള്ളേർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 95 പേര് നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെയിൻ ആയിട്ട്, കാരണം കൂടുതലും പെൺകുട്ടികളാണ് അതിന്റെ അത് വരാറ്, അവിടെ ജോയിൻ ചെയ്യുന്നത്. ഇതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ, കാരണം അവർക്ക് ഒരു വൈഫോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോലിയൊക്കെ ഉണ്ടായി കാണും, കുട്ടികളായി കാണും. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ അവർ ഇപ്പോൾ ഉള്ള ഫീൽഡിൽ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ അവർക്ക് റിയലൈസ് ചെയ്യും ഇനി എനിക്ക് ഇപ്പൊ ഗവൺമെന്റ് സെക്ടറിൽ കയറിയവർ തന്നെ കൂടുതൽ വരാറുണ്ട്. അത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള ആണുങ്ങളാണ്. ഈ ജോലി കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് ഇതിലും വലിയ ഓപ്പർച്യൂണിറ്റികൾ ബിടെക്കിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ പോകാറുണ്ട്. പക്ഷെ എനിവേ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ പരീക്ഷകൾ എഴുതാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പാടെ തന്നെയാണ്. ആ സമയത്ത് അവർ വിചാരിക്കുന്നത് എനിക്ക് വേറെന്തോ ഓപ്പർച്യൂണിറ്റികളുണ്ട്, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോയാൽ വേറെ എവിടുന്ന് ജോലി കിട്ടും എന്നൊക്കെയുള്ള തോന്നലുകൾ അവർക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആഫ്റ്റർ എ സർട്ടൺ ടൈം ഉള്ളിൽ ദേ വിൽ റിയലൈസ് ദാറ്റ് ഈ പറഞ്ഞു വന്ന ഗേറ്റ് എക്സാം ഒക്കെ ആയിരുന്നു എനിക്കുള്ള ഏറ്റവും വലിയ പോംവഴി എന്നുള്ളത് അതിനുശേഷമാണ് റിയലൈസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ നമ്മളിപ്പോ ബിടെക്കിന്റെ പിള്ളേരുകളെല്ലാം PDF നോട്ടുകളുടെ പിന്നാലെയാണ്. ഇതിപ്പോ ഞാനാണെങ്കിലും പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു സ്കോർ കിട്ടിയത് ഞാൻ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി ആ നോട്ട് പഠിക്കുമ്പോഴാണ്. ഇപ്പൊ സാറിനും അറിയാലോ, സാറും ഇഷ്ടംപോലെ ഞാൻ സാറിന്റെ തന്നെ കണ്ടിട്ടുണ്ട്, ഒരു 5-6 പുസ്തകം നോട്ട് എഴുതി ഉണ്ടാക്കി വെച്ചിരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ബാക്കിയുള്ളവർ ഉണ്ടാക്കിയ നോട്ട് പഠിക്കുന്നത് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ നോട്ടിന് നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ സാറിന് എന്താണ് ഇവരോട് പറയാനുള്ളത്? ഞാന് ബുക്ക് ഉണ്ടാക്കിയത് വെച്ച് മാത്രമല്ല പറയുന്നത്, ഞാന് നമ്മുടെ 56 സപ്ലിയുടെ കഥ പറഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പറഞ്ഞൊരു വലിയ കാര്യമാണ്, എഞ്ചിനീയറിംഗിൽ എനിക്ക് 56 സപ്ലിയും ഞാൻ പൊക്കിയതിന്റെ ഒരേ ഒരു കാരണം, എനിക്ക് സെൽഫായിട്ട് എല്ലാ സബ്ജക്ട്സിനും ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ പറയുന്ന നോട്ട് മാത്രമാണ് അവസാനം ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകാറ്. ഞാൻ അത് പാസ്സായിരിക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഞാൻ നിങ്ങളോടും പറയുന്ന ഒന്നേ ഉള്ളൂ, യു ഹാവ് ടു മേക്ക് ദാറ്റ് തിങ്സ്. അല്ലാതെ ഇന്ന് നമുക്ക്, ഞാൻ ഈയിടെ ഉണ്ടായ ഒരു ഇൻസിഡന്റോട് ഇതിന് ശേഷം കൂടെ പറയാം. ഏതായാലും ഈ PDF നോട്ട്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, മറ്റുള്ള ഒരാൾ ഉണ്ടാക്കിയ നോട്ട്സ് ചുമ്മാ പെട്ടെന്ന് പഠിച്ചേച്ച് പരീക്ഷ പാസ്സാവുന്നുണ്ടാകാം, മേ ബി യു വിൽ പാസ് ദാറ്റ് എക്സാമിനേഷൻ. പക്ഷെ ഞാൻ പറയുന്നു അത് ഒത്തിരി നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ പഠനത്തെ ഡിറ്ററേറ്റ് ചെയ്യും. ആ ഡിറ്ററേഷൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, നിങ്ങൾ തന്നെ ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചിട്ട് അതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അതിന് പറ്റിയ പോയിന്റ്സുകൾ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് സം ഐഡിയ വാട്ട് വി ആർ സ്റ്റഡിങ്, അല്ലെങ്കിൽ എന്ത് അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് സ്ട്രൈവ് ചെയ്യുന്നുണ്ട്.
അത് ഡയറക്റ്റ് ഒരു PDF കിട്ടുക. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല് ഈ PDF നോട്ട്സ് ആണ് നമ്മുടെ ബിടെക്കിന്റെ ട്യൂഷന് വരുന്നവരെല്ലാം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം തുറന്നു പറയുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ എഞ്ചിനീയറിംഗിനെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ആയിട്ടാണെങ്കിൽ യു ഹാവ് ടു പ്രിപ്പയർ ദാറ്റ്. ഞാൻ ഇനി ആ കഥ പറയാം. യഥാർത്ഥത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ബുക്ക് സ്റ്റാളാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗിന്റെ ബുക്സ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ശാരദ ബുക്ക് സ്റ്റാൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോകാനിടയായി. അപ്പൊ പണ്ട് പോയിരുന്നതും പുള്ളിയായിട്ടുള്ള പരിചയം കൊണ്ട് ഇപ്പൊ കുശലമായിട്ട് സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞ ഒരു ഡയലോഗ്, 10% സ്റ്റുഡൻസ് പോലും ഇന്നത്തെ കാലത്ത് എഞ്ചിനീയറിംഗിന്റെ പ്രിസ്ക്രൈബ്ഡ് ബുക്ക് മേടിച്ച് പഠിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഫസ്റ്റ് ഇയർ ഞാൻ കയറുന്ന സമയത്ത് ടിമോഷെങ്കോ എന്നൊക്കെ കേട്ടാൽ ചിരി വരും. ഇന്ന് ആലോചിക്കുമ്പോൾ ചിരിയാണ്. കാരണം വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ മെക്കാനിക്സിന്റെ ബുക്കാണ്. അതൊക്കെ എടുത്താണ് നമ്മളോട് സോൾവ് ചെയ്യാൻ പറയുന്നത് ടീച്ചേഴ്സ്. പക്ഷെ ഇന്ന് അതെല്ലാം മാറി ടിമോഷെങ്കോ എന്നുള്ള വേർഡ് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ ഗേറ്റിന്റെ കാര്യം വീണ്ടും വരികയാണെങ്കിൽ കുട്ടികൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. മീൻസ് ബിടെക്കിനോടൊപ്പം തന്നെ ഗേറ്റ് സ്കോർ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞിട്ട് ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. പക്ഷെ അതിൽ ഏതായിരിക്കും ഏറ്റവും നല്ലത്? പൂർണ്ണമായിട്ട് പറയാലോ, ഇത്രയും നാളത്തെ എന്റെ ഗേറ്റ് ടീച്ചർ എന്നുള്ള ഈ പറഞ്ഞ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ സംസാരിക്കുന്നു. ബിടെക്കിന്റെ കൂടെ തന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഗേറ്റ് പഠിക്കേണ്ടത്. അത് യഥാർത്ഥത്തിൽ കൃത്യതയോടെ പറയുകയാണെങ്കിൽ ഇന്നത്തെ സെമ്മിൽ ഇച്ചിരിയോടെ വ്യത്യാസം വന്നിട്ടുണ്ട്. S2 തന്നെ കോർ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും S3 യഥാർത്ഥത്തിൽ ഗേറ്റ് സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എവിടം വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ അപ് ടു S6 ആകുമ്പോഴത്തേക്കും 95-98% നിങ്ങളുടെ ഗേറ്റ് സിലബസ് കഴിഞ്ഞിരിക്കും. അപ്പോൾ ആ 2 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ വർഷവും ലാസ്റ്റ് ഇയർ ഒഴിവാക്കിയാൽ സെക്കൻഡും തേർഡും ഇയറിലാണ് നിങ്ങൾ യഥാർത്ഥ റിയൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. അവിടെ വെച്ച് നിങ്ങൾക്ക് S6 തന്നെ ഈ പരീക്ഷ എഴുതാൻ സാധിക്കും. അതിലൊരു റാങ്ക് ഉണ്ടാക്കുകയും S8 ആ സമയങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ ഗേറ്റ് പഠിച്ചു തീർത്തതിന് ശേഷം ഗേറ്റിന്റെ സബ്ജക്ട്സുകളുടെ എക്സാംസ് എഴുതി ശീലിച്ച് S8 വന്ന് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ബിടെക്കിന് നമ്മളൊരു 90% മേടിക്കുന്നതിൽ വലിയ ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ആദ്യ തവണ S6 ഒരു നല്ല ഗേറ്റ് റാങ്ക് ഉണ്ടാക്കി S8 വന്ന് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് വിൽ മേക്ക് എ ബിഗ് സെൻസ്. ഈ പറഞ്ഞ പോലെ കുറെ കുട്ടികള് അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ആവണമെന്നില്ല ബിടെക് ചൂസ് ചെയ്ത്, അവന്റെ പാരന്റ്സിന്റെ നിർബന്ധപ്രകാരം ഒക്കെ വന്നിട്ടുള്ള കേസുകളുണ്ട്. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അവയർനെസ് കിട്ടേണ്ട രീതിയിലൊന്നും അവയർനെസ് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഈ പാരന്റ്സിന് നല്ല രീതിയിൽ നമുക്കൊരു അവയർനെസ് കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഇപ്പോ യഥാർത്ഥത്തിൽ പറഞ്ഞാല് അവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് കുട്ടികളുടെ ഒരു പാഷനോടെ തന്നെയാണ് ഇത് പോകേണ്ടത്. പക്ഷെ എങ്കിലും ഒരു കാര്യം അറിയേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിംഗിൽ അവര് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നിങ്ങളോട് അറിഞ്ഞു വെച്ചാൽ അത് വെച്ചൊരു ഡിസിഷൻ ദേ ക്യാൻ ടേക്ക്. കാരണം കുട്ടികൾ എത്രയുണ്ട് അറിയുന്നുണ്ടെന്നതിൽ ഡൗട്ട് ഉണ്ട്. ഇനി ചോദിക്കണെന്ന് വെച്ചാൽ നമ്മുടെ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം പറഞ്ഞു. ആദ്യം തന്നെ സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഓഫ്ലൈൻ ഗേറ്റ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ എഞ്ചിനീയറിംഗ് PSC ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ BTech. ഈ 3ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പൊ ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യം എന്താണ്? എല്ലാം കൂടി നമുക്ക് ഒന്നിൽ പോരെ? യഥാർത്ഥത്തില് വളരെ 2009-2010 ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ സിഗ്മ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സിഗ്മ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി പേര് കൂടിയായിരുന്നു. അതിനുശേഷമൊക്കെയാണ് വളരെ സീരിയസ് ആകുന്നത് നമ്മൾ അവരവരുടെ കാര്യങ്ങളിൽ. അപ്പൊ അവരെല്ലാം വിട്ടുപോകുകയും പിന്നീട് ഞാൻ തന്നെ അത് ഏറ്റെടുക്കുകയും എന്റേതായ ഇതില് പ്രത്യേകിച്ച് നമ്മുടെ കൊറോണയുടെ കഴിഞ്ഞ സമയത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് മാറിയപ്പം PSCകൾ കേരള PSC എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാം എഞ്ചിനീയറിംഗ് PSCയിലോട്ടും ഈ പറഞ്ഞു വന്ന ബിടെക് ട്യൂഷനും ഗേറ്റ് കോച്ചിങ്ങും എല്ലാം നമ്മുടെ ISRO ബാർക്ക് DRDO ഇതെല്ലാം നമ്മുടെ ബിടെക് ട്യൂട്ടറിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇത് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സാറിന്റെ കൂടെ വർക്ക് ചെയ്തവരും കൂടെ പഠിക്കാൻ വന്ന കുറെ പേര് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി അവർ കുറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സാറിനെ പറ്റി നോക്കുമ്പോൾ സാറിന്റെ കുറെ സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ IIT-കളിൽ പോയിട്ടുണ്ട്. മാത്രമല്ല PSC പോലെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് ഇപ്പോഴും സ്ഥിരം കോണ്ടാക്ട് ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ഇവര് അത്യാവശ്യം നല്ലപോലെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇവരുടെ എല്ലാം ഒരു ഇതെന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ ഒരു ഫീൽ വെച്ച് പറയാം, അവരെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ എല്ലാം വിജയം എന്റെയും വിജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറേ, അതുപോലെ നമ്മുടെ കുറെ സ്റ്റുഡൻസ് ഉണ്ട് വിളിക്കുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ് അവർക്ക് അറിയേണ്ടത്. ഇപ്പൊ ഈവൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ അമ്മ വിളിച്ചു പറഞ്ഞു ഇവൾക്ക് സപ്ലി ഉണ്ട്, ഇത് എങ്ങനെ
പാസ്സാവുന്ന അറിയില്ല. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോ എത്രയും പെട്ടെന്ന് പാസ്സാവാം, ഭയങ്കര എളുപ്പ വഴിയാണ്. പാസ്സാവുന്ന ഉറപ്പ് 100% ഉറപ്പാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സത്യം പറഞ്ഞാൽ നല്ലതാണോ? നിതിൻ തന്നെ പറഞ്ഞു ഒരു എളുപ്പ വഴിയാണ്. അത് സത്യമാണ്, എളുപ്പ വഴിയാണ്. ഈ എളുപ്പ വഴിയിൽ സോൾവ് ചെയ്യുന്നതൊന്നും അത്ര ഫലപ്രദമാകുമെന്ന് എന്റെ വിശ്വാസമില്ല. അതെല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് എന്റെ അറിവ്. കാരണം നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് ശരിക്കും നമുക്ക് ആവശ്യമാണ് ആ പഠനം പൂർത്തിയാക്കുന്നത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്ത് പഠിച്ചെന്ന് ചോദിച്ചാൽ അതൊരു പഠനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത പയ്യൻ ഉണ്ടാക്കിയ പാലത്തിൽ കൂടെ ചിലപ്പോൾ അവന്റെ മാതാപിതാക്കൾ പോകുമെന്ന് പേടിക്കണം. അല്ലാതെ പറയാൻ എങ്ങനെ കാരണം എന്താ ചോദിച്ചാൽ ഇറ്റ്സ് എ ട്രൂ തിങ്. കാരണം അവൻ എന്തുമാത്രം റിയലി എഞ്ചിനീയറിംഗ് അറിയുന്നുണ്ടെന്നുള്ളത് ഡൗട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ഞാൻ ഇതേ പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനി നടത്തുന്നുണ്ട്, ആ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂ വെച്ചു. ഒരു 100 കൂടുതൽ കുട്ടികളാണ് മിനിമം വരുന്നുണ്ടാവുക. ആ മിനിമം വരുന്ന കുട്ടികളിൽ അവര് ഏറ്റവും ബെസ്റ്റ് ആണ് സെലക്ട് ചെയ്യാൻ എടുക്കുള്ളൂ, എങ്ങനെ പോയെന്ന് വെച്ചാലും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വന്ന കുട്ടി KT ഒന്ന് പാസ്സാകാനുള്ള കഴിവില്ല എനിക്ക്, കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പോയി വേറെ യൂണിവേഴ്സിറ്റി പാസ്സായി വന്ന ഒരു പയ്യൻ എന്നിട്ട് അവനെ ഒരു കാലത്ത് എടുക്കാൻ പോണില്ല ആ കമ്പനി. അപ്പൊ അത് കൃത്യമായി കുട്ടികൾ മനസ്സിലാക്കണില്ലേ. പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബിടെക്, അവര് ശരിക്കും സത്യം പറഞ്ഞ ബിടെക് പഠിക്കാൻ വന്നവരല്ല. അവർക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി എന്നുള്ള രീതിയിൽ അതേപോലെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബിടെക്കിനും അതേപോലെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ KT കുറച്ച് പാട് തന്നെയാണ്. പക്ഷെ ഇത് സർവൈവ് ചെയ്യുന്നവർക്ക് എഞ്ചിനീയറിംഗിൽ കുറച്ചെങ്കിലും പരിജ്ഞാനം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെയുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം, മറ്റു യൂണിവേഴ്സിറ്റികളെ വെച്ച് ഇവിടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത്, നമ്മുടെ ഇംഗ്ലീഷിന്റെ ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിന്റെ ഇമ്പ്രൂവ്മെന്റ് വളരെ പ്രധാനമാണ്. അത് ഇവിടെ നടക്കാറില്ല KT എന്നുള്ള ഒരു ഡ്രോബാക്ക്, അല്ലെങ്കിൽ കേരളത്തെ കുട്ടികൾക്ക് നടക്കുന്നില്ല എന്നുള്ളൊരു ഡ്രോബാക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ പുറത്തെ കാര്യങ്ങൾ കൂടി പറയണമെന്നില്ല. ഇപ്പൊ കുറെ പേര് ഇപ്പോഴത്തെ ഒരു സിനാരിയോ ഇതാണ്, ഒന്നില്ലെങ്കിൽ കേരള PSC എക്സാംസ് നോക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലുണ്ട്. അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാല് എങ്ങനെയെങ്കിലും പുറത്തു പോവുക, പുറത്തു പോയിട്ട് പഠിക്കുക. ഇതാണ് അവന്റെ ലക്ഷ്യം. ലണ്ടൻ അല്ലെങ്കിൽ UK ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഓപ്ഷൻസ് അവർ വെച്ചിട്ടുണ്ട്. അവരങ്ങനെ പോകാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോ ഇവർക്ക് എന്ത്, നമ്മുടെ ബിടെക് ഈ ഒരു ലെവലിലേക്ക് വരുമ്പോ പറയല്ലോ 50% കുട്ടികൾ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ഇങ്ങനെ തെറ്റിദ്ധാരണ പുറത്ത്, തെറ്റിദ്ധാരണയല്ല, റിസൾട്ട് ഇല്ല പക്ഷെ റിസൾട്ട് ഉണ്ടാക്കാം. പക്ഷെ അവർ എളുപ്പ വഴിയാണ് നോക്കുന്നത്. ഒന്നില്ലെങ്കിൽ PSC, അതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷെ വേറൊരു കേസ് പുറത്തേക്ക് പോകുക. പുറത്തേക്ക് പോയിന്നിട്ട് നമുക്കറിയാം കുട്ടികൾ അവിടെ ചെന്നിട്ട് ചെയ്യുന്ന ജോലികൾ, അവർ ചിലപ്പോൾ ബേക്കറിലാവും വർക്ക് ചെയ്യാൻ. എനിക്കറിയാവുന്ന കുട്ടികൾ പ്രായം അവർ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇങ്ങനെ പല ഓപ്ഷൻസ് കണ്ടിട്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അതിന്റെ കൂടെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇതിന്? അതിനു മുമ്പ് നമ്മൾ പറയേണ്ടത്, ഒരു സമൂഹത്തില് സമൂഹം എന്തുമാത്രം വില കൊടുക്കുന്നു ഓരോന്നിന്, അതിനനുസരിച്ചാണ് ആൾക്കാർ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഉദാഹരണം പറയാം, നമ്മളിപ്പോ IPL നമ്മൾ ക്രിക്കറ്റിന് ഒത്തിരി പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ വളരെ സെലിബ്രിറ്റി തന്നെയാണ് ഈ സച്ചിൻ ടെണ്ടുൽക്കറും ഈ പറയുന്ന വന്ന കൊഹ്ലിയൊക്കെ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കൾ, ഞാൻ വേറൊന്ന് പറയാം, നമ്മളുടെ വിവാഹ മാർക്കറ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലി ഉള്ളവനാണെങ്കിൽ പെണ്ണ് കിട്ടാൻ വളരെ എളുപ്പമാണ്. അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായിരിക്കാം, പക്ഷെ കിട്ടാൻ പോകുന്ന പെണ്ണ് വേറെ ലെവലായിരിക്കും. അല്ല, അത് റവന്യൂലാണെന്ന് മാത്രമേ പറയുള്ളൂ. അവർ ക്ലർക്ക് എന്നുള്ള വീട് ചിലപ്പോൾ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല. രണ്ടാമത് ജർമ്മനിയിലാണ് എന്ന് പറഞ്ഞാൽ മതി. അവനവിടെ തൂക്കുപണിയാണോ? അപ്പൊ അങ്ങനെ ഒരു സിനാരിയോ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞു വന്ന ഇവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവിടെ ഇതല്ല. അപ്പൊ അവിടെ ചെയ്യുന്ന അവരെന്താ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കണ്ടേ, എല്ലാവർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ദേ വിൽ ഗെറ്റ് ഒരു ഷോർട്ട് കട്ട് അവർക്ക് കിട്ടുകയാണ്. ജർമ്മനിയിലാണ്, മോൻ ജർമ്മനിയിലാണ്, കഴിഞ്ഞു, അവിടെ കഥ കഴിഞ്ഞു, അത് വേറെ ലെവലാണ്. അപ്പൊ അങ്ങനെയുള്ള ചില സിനാരിയോകൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇതൊന്നും തെറ്റല്ലേ, എല്ലാം നല്ലത് തന്നെ, നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യുന്നതല്ല. ബട്ട് ഇറ്റ്സ് എ ട്രൂ ഫാക്ട്. അപ്പൊ ഇവിടെ എനിക്ക് ജർമ്മനി ജീവിച്ചാൽ മതി, അവിടെ എന്താണ് അവൻ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നതെന്നോ ഒന്നും അവിടെ ചോദ്യമാകുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ കാണുന്നത്, വളരെയധികം കാശ് മുടക്കി വെച്ച് അതുപോലും തിരിച്ചു പിടിക്കാൻ പറ്റാതെ വിഷമിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് വിഷമമുണ്ട്, മാനസികമായി. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്തും കുറെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പൊ അവർക്ക് അത് നോക്കണതല്ലേ കുറച്ചും കൂടി നല്ലത്. യെസ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒന്നുകൂടെ. അതിന്റെ മുമ്പ് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണാം നിങ്ങൾക്ക്.
പക്ഷെ ഇപ്പൊ തന്നെ ഒരു പുതിയ വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, 90% ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ 1000-2000 അടുത്ത് മതിയാവും. 2000 റാങ്ക് ഉണ്ടെങ്കിൽ കൂടി തന്നെ അവന് എറൗണ്ട്, എന്റെ കണക്ക് ശരിയാണെങ്കിൽ 1 crore സ്റ്റൈഫൻഡ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വരെയുണ്ട്. മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സിംഗപ്പൂർ, ജർമ്മനി, ഇപ്പോ ഓസ്ട്രേലിയ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്രത്യേക യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്. ഇതൊന്നും തന്നെ വളരെ ലോ ക്ലാസ് അല്ല. ലോകത്തിലെ തന്നെ 6ാമതെയും 10ാമതെയും 16ാമതൊക്കെയുള്ള സിംഗപ്പൂര്, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് കൊടുക്കുന്നത്. അവര് നമ്മുടെ ഗേറ്റ് വഴി തന്നെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം ഇതിന്റെ ലെവൽ എവിടം വരെ ഉണ്ടെന്ന്. അപ്പൊ അത് കിട്ടുന്നവർക്ക് സ്റ്റൈഫൻഡ് വരുന്നത് 1 crore. എന്നിട്ട് ഇനി ഒരു കാര്യം പറയാം, IIT-കളിൽ പോലും ഇല്ലാത്ത സാലറിയാണ്, വേൾഡ് ലെവൽ സാലറിയും കൂടെ വേൾഡ് ലെവല് കമ്പനികളിലുമാണ് ഇവരെ നല്ലപോലെ വർക്ക് ചെയ്ത് കിട്ടുന്നവർക്ക് ഇതും കിട്ടുന്നത്, ജോലിയും കിട്ടുന്നത്. പക്ഷേ ഇത് എത്ര പേര് അറിയുന്നുണ്ട്, അല്ലെ ഇങ്ങനെ ആരൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ട്രൂലി സ്പീക്കിംഗ് ഹാർഡ്ലി 1 or 2. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ PSU കമ്പനീസിൽ ഗേറ്റ് സ്കോർ വെച്ചിട്ട് കയറാം. പക്ഷെ കൂടുതലും കയറുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. നമ്മുടെ അവിടെ ആരുമില്ല, വളരെ കുറവ്. ഇതിനെ ഞാൻ ഡൽഹി ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ പറയുന്ന മേഡീസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒത്തിരി കുട്ടികൾ പഠിക്കും. 10,000-3000 കുട്ടികൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പഠിക്കുന്നതാണ് അന്നത്തെ കാലത്ത്. ഇന്നിപ്പോ കുറവാണ്. അപ്പൊ ആ കാലത്ത് എനിക്കറിയാം അവരുടെ ആ ഒരു പാഷനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ത്വരയും എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇവിടെ കേരളത്തില് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ എന്തെങ്കിലും പറ്റിയാലും ഏതെങ്കിലും അമ്മാവൻ ഗൾഫിലുണ്ടാവും അല്ലെങ്കിൽ അനന്തരവൻ ഗൾഫിലുണ്ടാവും, അവരാരെങ്കിലും കൊണ്ടുപോകുന്നൊരു തോന്നലൊക്കെ ഉണ്ടാകാം. പക്ഷെ അവർക്ക് അങ്ങനല്ല. അവരുടെ ജീവിത സാഹചര്യവും അവരുടെ ഈ പറഞ്ഞു വന്ന സൊസൈറ്റിയുടെ രീതികളും ഒക്കെ വെച്ചിട്ട് അവർക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് ഗേറ്റ് പോലുള്ള എക്സാംസ് ആണ്. ദാറ്റ്സ് വൈ അവര് സ്ട്രൈവ് ചെയ്യുന്ന അത്രയും ഹാർഡായിട്ട് തന്നെയാണ്. സാർ ഈ ടെക്നിക്കൽ PSC-യിൽ ഓൾറെഡി ഫസ്റ്റ് റാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അതിന് സാർ എന്താണ് സ്ട്രാറ്റജി എടുത്തത്? അപ്പൊ ഈ സെയിം സ്ട്രാറ്റജി തന്നെ നമുക്ക് ഗേറ്റിലും കൊണ്ടുവന്നോളൂ ഇനി? ഇവിടെ ആകെ എനിക്ക് വിഷമമുള്ള ഒരു കാര്യം എന്താ ചോദിച്ചാല്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു PSC പരീക്ഷകൾക്ക് വരുന്നത് അവര് വളരെയധികം അതിനുവേണ്ടി തികച്ചും ആത്മാർത്ഥതയോടെയാണ് വരുന്നത്. ഞാനിപ്പോ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സസ് പോകുന്നുണ്ട്, ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സുകാരുടെ. അപ്പൊ ലൈവ് പോകുമ്പോൾ എനിക്കറിയാം അവരുടെ പഠിക്കാനുള്ള ആകാംക്ഷയും അവരുടെ ലൈവിൽ അവരുടെ വരവും അവര് പ്രത്യേകമായിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതികളും എല്ലാം എനിക്കറിയാം. എന്റെ ലൈവ് ക്ലാസ് പിള്ളേർ ഇത് കാണുന്നുണ്ടാവും. ഞാൻ അവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, അതേപോലെ തന്നെ ഞാൻ ഗേറ്റിന് ക്ലാസ് എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയറിലും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞു വന്ന ഈ ഇത്രയും നാളത്തെ എന്റെ ഗേറ്റ് ഈ പറഞ്ഞു വന്ന എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാമല്ലോ, എത്ര കണ്ട് വിഷമത്തോ അല്ലെങ്കിൽ എത്ര കണ്ട് ആത്മാർത്ഥയോടെ അവർ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് അത്ര കണ്ടല്ല എന്ന് ഞാൻ പറയുള്ളൂ. അത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ചോദിച്ചത് സാർ എടുത്ത് എങ്ങനെയാണ് ഫസ്റ്റ് റാങ്ക് ഉണ്ടാക്കിയത്, അതായത് ആ പയ്യൻ ഏതൊക്കെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ കോച്ചിങ് ആയിരുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഇയറിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടാക്കിയ കുട്ടി ഇവിടെ ഗേറ്റിന് പഠിച്ച കുട്ടി തന്നെയാണ്. അവനാ പറഞ്ഞു വന്ന ഇഷ്ടം കൊണ്ട് തന്നെയാണ് 2 കോഴ്സിന് വന്ന് ജോയിൻ ചെയ്തത്. അവൻ അതിനുശേഷം ഗേറ്റിന് റാങ്ക് ഉണ്ടാക്കിയത് കുറവായിരുന്നു. പക്ഷെ PSC-ക്ക് 1 റാങ്ക് ഉണ്ടാക്കി. ഇലക്ട്രോണിക്സിൽ തന്നെ ലെക്ചറിംഗ് പോലെയാണ് നമുക്ക് ആദ്യം കിട്ടിയ ഫസ്റ്റ് റാങ്ക്. അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഗേറ്റിന് പഠിച്ചാൽ ബാക്കിയുള്ള ഒരു പരീക്ഷകൾക്കെല്ലാം അത് പ്രയോജനം ചെയ്യും. കാരണം ഒരു അവയർനെസ് നമുക്ക് അല്ലെങ്കിൽ ഒരു അനാലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പവർ എഞ്ചിനീയറിംഗ് കിട്ടും. പക്ഷെ നമ്മൾ ഈ പറയുന്ന PSC-ക്ക് വേണ്ടി പഠിക്കുമ്പം അതൊരു ഫോക്കസ്ഡ് ആയിട്ട് ഈ പറഞ്ഞ ഒരു PSC പരീക്ഷ പാസ്സാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്ര കണ്ട് ഡെപ്തിലാണ് സബ്ജക്ട് മനസ്സിലാകുന്നുള്ളത് ഭയങ്കര അത്ര കിട്ടാറില്ലെന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെന്നറിയോ, ബെറ്റർ യു ഗോ ഫോർ എ ഗേറ്റ് എക്സാമിനേഷൻ. അത് നിങ്ങൾ ട്രൈ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാംസ് എല്ലാം കൂടെ എഴുതാൻ സാധിക്കും. കൂടെ തന്നെ പറയുകയാണെങ്കിൽ ISR, ബാർക്ക്, DRDO ഒക്കെ എക്സാംസ് വരുന്നുണ്ട്. അതെല്ലാം ലിറ്റിൽ ബിറ്റ് ചേഞ്ചേ വരുള്ളൂ എഞ്ചിനീയറിംഗുമായിട്ട് അല്ലെങ്കിൽ ഗേറ്റുമായിട്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൂടുക, ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ടൈം എഞ്ചിനീയറിംഗിൽ നിന്നുകൊണ്ട് തന്നെ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുക, നല്ല റാങ്ക് അവിടെ സ്കോർ ചെയ്യുക. ഞാൻ പറഞ്ഞത് പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലോട്ടുള്ള സ്വിച്ച് ചെയ്യണമെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ട് വരും. പക്ഷെ ഇന്ന് കുട്ടികളൊക്കെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ക്യാമ്പസ് പ്ലേസ്മെന്റിൽ കയറി ജോലി കിട്ടി സെറ്റിൽ ആവുക എന്നുള്ള രീതിയിലാണ് കുട്ടികൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അറിയാം ഇവിടെ
ക്യാമ്പസ് പ്ലേസ്മെന്റ് കുറെ കമ്പനികൾ വരുന്നുണ്ട്. അത് വരുന്ന ഇപ്പൊ ടെക്നോ പാർക്ക് പോലെയുള്ള ഏരിയകളിലുള്ള കമ്പനികൾ, ഇൻഫോസിസ്, ഇവര് കമ്പനി സത്യം പറഞ്ഞാൽ കേരള ഗവൺമെന്റ് ആയിട്ട് തന്നെ എഗ്രിമെന്റ് ഉണ്ട്. കൊല്ലം ഇത്ര റിക്രൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ അവര് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് പോകും. അപ്പൊ ഇപ്പൊ ഒരു 40,000 പിള്ളേരാണ് ഒരു കൊല്ലം പുറത്തിറങ്ങുന്ന വെച്ചാല് വളരെ ചെറിയ ശതമാനം ആളുകളെ മാത്രമേ അവിടെ റിക്രൂട്ട് ചെയ്ത് പോകുന്നുള്ളൂ. അത് എല്ലാ കോളേജിലേക്ക് എത്തുന്നില്ല. അത് അവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിനും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു രീതിയിൽ സ്കോപ്പ് വളരെ കുറവല്ലേ സത്യം പറഞ്ഞാൽ. പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികൾക്ക് സ്കോപ്പ് കുറവും, സത്യം പറഞ്ഞാൽ ഗേറ്റ് ലെവലിൽ ചിന്തിക്കുന്ന കുട്ടികൾക്ക് സ്കോപ്പ് കൂടുതലുള്ള ഒരു സിനാരിയോ അല്ലേ ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞു വന്ന കുട്ടികളുടെ ഒരു ഫോക്കസ് കൂടെ ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഏതില് ജോലി ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചിട്ട് വേണം യു ഡിസൈഡ് ദാറ്റ്. കാരണം ഞാൻ ഒരു കാര്യം പറയാം, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എടുക്കാം, നമുക്ക് ഇവിടെ ജോലി എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവ് തന്നെയാണ് സാറ് പറഞ്ഞ പോലെ. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മൾ സ്ട്രൈവ് ചെയ്യേണ്ടതുണ്ട്. അത് ഈവൻ ഗേറ്റ് ആണെങ്കിൽ കൂടി ഞാൻ എളുപ്പമാണെന്നല്ല പറയുന്നത്, യു ഹാവ് ടു സ്ട്രൈവ് ഫോർ ദാറ്റ്. അറിയേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ എത്ര പേര് IT ഫീൽഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് IT എന്നെല്ലാം വിട്ടേച്ച് തിരിച്ചു വന്ന് ഗേറ്റിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഗേറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഒക്കെ പാസ്സാകാൻ പറ്റിയാൽ അവിടെ കൊണ്ട് തീരുന്നില്ല, വീണ്ടും വൈഡ് ഓപ്പർച്യൂണിറ്റീസിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ആരും കാണാതെ പോരെന്നുള്ളത് ഞാൻ പറയുന്നു. അപ്പോ സത്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് വെച്ചാല് അവന് സുഖമായിട്ട് ബിടെക്കും പാസ്സാകുന്നുണ്ടാവും, ടെക്നിക്കൽ PSC എക്സാംസ് ഉണ്ടെന്നിട്ട് അതും പാസ്സാകുന്നുണ്ടാവും, ഗേറ്റിന് സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവന് വരുന്നുണ്ടാവും. അവിടെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിലുണ്ടല്ലോ ഗേറ്റിന്റെ സബ്ജക്ട്സുകൾ നമുക്ക് തിരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇലക്ട്രോണിക്സ് ബേസിസ് പറയുകയാണെങ്കിൽ നെറ്റ്വർക്ക് കൺട്രോൾ വരില്ല, നെറ്റ്വർക്ക്, ഡിജിറ്റല്, ഈ സിഗ്നൽസ്, ഇങ്ങനെയുള്ള പേപ്പറെല്ലാം, മാത്തമാറ്റിക്സ്, ഇങ്ങനെയുള്ള പേപ്പറെല്ലാം നിങ്ങൾ ഒരു S3 S4 തന്നെ പഠിക്കും. ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻകാരാണെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, SST വരുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ ബാക്കി പത്രമാണ്. കാരണം ഒരു സിഗ്നൽസ് പഠിക്കാത്ത ഒരുത്തൻ അപ്പുറത്ത് പോയിട്ട് ഈ പറഞ്ഞു വന്ന SST അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ കിട്ടുകയല്ല പെട്ടെന്ന്. രണ്ടാമത് ഈ പറഞ്ഞ നെറ്റ്വർക്ക് പഠിക്കാത്ത ഒരാൾ അനലോഗിന്റെ സർക്യൂട്ട് അനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പാടാണ്, അവന് മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ കൃത്യതയോടെ പഠിക്കാൻ പറ്റുകയും അതിന്റെ കൂടെ തന്നെ കൃത്യതയോടെ പറഞ്ഞാൽ S3 മുതലുള്ള പേപ്പറുകൾ ഇപ്പൊ S2 തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞു വന്ന നെറ്റ്വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേപ്പറുകളെല്ലാം കൃത്യതയോടെ പഠിച്ചു വന്ന് ഗേറ്റ് ലെവലിൽ തന്നെ പഠിക്കാനേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് യൂണിവേഴ്സിറ്റി അത് പാസ്സാകാൻ പറ്റും. കൂടെ തന്നെ നിങ്ങൾക്കൊരു ലോട്ട്സ് ഓഫ് ടൈം യു വിൽ ഗെറ്റ് ടു സ്റ്റഡി ദാറ്റ്. ഇപ്പൊ നമ്മൾ ഒത്തിരി പേരെ കാണാറുണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞേച്ച്, ഇപ്പൊ ഈവൻ ഞാൻ പോലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് ഗേറ്റിനെ കുറിച്ച് അറിയുന്നത്. അതിനുശേഷം ഹൈദരാബാദ്, ഡൽഹി എല്ലായിടത്തും പോയി പഠിച്ചു, അവിടെ പോയി റാങ്കുകൾ ഉണ്ടാക്കി, ആക്ച്വലി വർഷങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും ഇങ്ങനെ കൃത്യതയോടെ എഞ്ചിനീയറിംഗിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ സാധിക്കും. ഈ ഗേറ്റിനുള്ള സ്റ്റുഡൻസിനെക്കാളും വളരെ അധികം ആളുകളാണ് ഈ ലെക്ചറിങ് പോളിടെലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരുന്നത്. ആ ഒരു ഇമ്പാക്ട് ഈ ലെക്ചറിങ് പോളി എന്ന് പറഞ്ഞ എക്സാമിന് എന്താ ഇത്ര ഡിമാൻഡ് വരാൻ കാരണം? സാറേ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ തന്നെ ജോലിയാണ്. അതും പ്രത്യേകിച്ച് ഒരു കാരണം പറയാം, ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറിന് പോലും കിട്ടാത്ത സാലറി സ്കെയിലാണ്. കാരണം AICT സാലറി സ്കെയിലാണ്. അപ്പൊ AICT സാലറി സ്കെയിൽ വരുന്നോണ്ട് തന്നെ ഈ പറഞ്ഞു വന്ന സാലറി ഒരു 86,000 വരെ ഫസ്റ്റ് സാലറി വരുന്നുണ്ട്. നമ്മുടെ ഒരു AE ആയിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് കയറിയാൽ പോലും ഒരു 52-56 എങ്ങാണ്ട് അതിന്റെ ഫസ്റ്റ് സാലറി വരുന്നുണ്ട്. അപ്പൊ അത് തന്നെ വ്യത്യാസമാണ്. പിന്നെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ജോബിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കറിയാം. ഇപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട്, ലെക്ചറിങ് പോളി ഉണ്ട്, മറ്റേ നമ്മുടെ അതെല്ലാം സീറ്റ്സുകൾ ഉള്ളതാണ്. ആ പറയുന്ന പോസ്റ്റിലേക്ക് വരുന്നവർക്ക് എറൗണ്ട് 2 വീക്സിൽ അല്ലെങ്കിൽ 14 അവേഴ്സ് എടുത്താൽ മതി 1 വീക്ക്. അത്രയും ലിബറലാണ്. 2 മാസം അവധിയുണ്ട്. പിന്നെ ഈ പറയുന്ന ടെൻഷൻ ഫ്രീ ജോബാണ്. അങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ജോബിന്. ഈ ബിടെക് കഴിഞ്ഞ കുട്ടികൾ സാധാ PSC പോയി എഴുതുന്ന, കേരള PSC പോയി എഴുതുന്നതിനെ കുറിച്ചുള്ള എന്താണ് അഭിപ്രായം? യഥാർത്ഥത്തിൽ പറഞ്ഞാല് ഞാൻ ഒത്തിരി കണ്ട് എതിർക്കുന്ന ഒരു വിഷയമാണത്. കാരണം പിള്ളേരെ നശിപ്പിക്കുന്നതാണത്. യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞേച്ച് ഞാനത് എതിർക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇവൻ പോയി കോമ്പറ്റ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരാളുമായിട്ടുമല്ല, സാധാ ഡിഗ്രിക്കാരും. ഇപ്പൊ ഉദാഹരണം നമുക്ക് പറയാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം 25 lakh സ്റ്റുഡൻസ് അങ്ങോട്ടാണ് എഴുതുന്നത്. ഇവൻ പോയി അവിടെയാണ് കോമ്പറ്റ് ചെയ്യുന്നത്. ഇവൻ ഈ ശ്രീനാരായണ ഗുരു തൊട്ട് തുടങ്ങി വേലുത്തമ്പി ദളവ എല്ലാം പഠിച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ എഞ്ചിനീയറിംഗിന്റെ ഡബിൾ അവൻ പഠിക്കുന്നുണ്ട് അവിടെ.
3-4 വർഷം പ്രിപ്പയർ ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ജോലിക്ക് കയറുന്നത്. ഈ ജോലിക്ക് അവന് ആദ്യം കിട്ടുന്ന സാലറി എത്ര വെച്ചാൽ ഏകദേശം 32,000 രൂപ 34,000 രൂപ. എന്നാൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ. ഇതിൽ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പരീക്ഷ എല്ലാ വർഷവും ഒരു 3-4 ഡിപ്പാർട്ട്മെന്റ് വരാറുണ്ട്. കൂടുതലായിട്ട് ഇലക്ട്രീഷ്യന്റെ അല്ലെങ്കിൽ ലൈമാന്റെ എക്സാം വരുന്നത് KSEB-യിലൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം KSEB എവിടെയൊക്കെ ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞ ഇതില് അവൻ പഠിക്കേണ്ടി വരുന്ന ITIയുടെ സിലബസ് ആണ്. ഈ ITIയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം തത്തുല്യമായിട്ട് ബിടെക്കിന്റെ പറയുകയാണെങ്കിൽ ഒരു സെമ്മി പഠിക്കാനുള്ള ഒരു 6 പേപ്പർ കൂടുതൽ ഉണ്ടാവില്ല. കാരണം എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എനിക്ക് ആ സിലബസും അറിയാം, ക്വസ്റ്റ്യൻസും അറിയാം. അപ്പൊ നിങ്ങൾ ഈ എഞ്ചിനീയറിംഗ് പഠിച്ചതിന്റെ ഒരു സെമ്മി പഠിക്കുന്ന വിലയെങ്കിലും ഞങ്ങളുടെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ EPSC എഞ്ചിനീയറിംഗ് PSC അതിന്റെ കോഴ്സ് കൊടുക്കുന്ന 60 അവർ മാത്രമാണ്. അതിന്റെ പരീക്ഷയോട് ചേർത്ത് 100 അവർ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഞാനിത് പറയാൻ കാരണം എന്താ പറയുക, ഈ 100 അവർ അവൻ വൃത്തിയായിട്ട് പഠിക്കുകയും ആ പറഞ്ഞ ഒരു സെമ്മിൽ എഴുതുന്ന ലാഘവത്തോടെ പോയി ഈ പറഞ്ഞ പരീക്ഷ എഴുതാം. അതിന് എത്ര പേര് കോമ്പറ്റീഷൻ ഉണ്ട് ചോദിച്ചാൽ 25,000 പകരം ഒരു 5,000 പേരുണ്ടാവും. ഈ 5,000 പേരെ കോമ്പറ്റ് ചെയ്യുന്നതും 25,000 പേരെ കോമ്പറ്റ് ചെയ്യുന്ന തമ്മിൽ ആനയാടിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ എന്നിട്ട് ഇനി ഒരു കാര്യം പറയാം, സാലറി വരുന്നതോ 36,000 38,000 കണ്ട തുടക്ക സാലറി. ഇനി ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് പറയാവുന്നൊരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും വളരെ സീറ്റ്സ് കുറവല്ലേ? ഇതാണ് തിരിച്ച് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ ഈ തവണയല്ലേ, ഇതിനു മുമ്പ് ഒരു എക്സാം നടന്നായിരുന്നു. ആ തവണ 6,000 പേർക്കാണ് പ്ലംബർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിന് വേണ്ടി ഇത് വന്നത്. അതിന് എടുക്കാൻ പറ്റുന്ന ഇലക്ട്രിക്കലുകാർക്ക്, മെക്കാനിക്കലുകാർക്ക്, എന്റെ വിശ്വാസികളാണ് ഓട്ടോമൊബൈലുകാർക്ക്, ഇങ്ങനെ 3 പേർക്കാണ്, അല്ല സിവിലുകാർക്ക്, അങ്ങനെ എന്തോ ആണ് എഴുതാൻ പറ്റുന്നത്. ഈ 3 ഡിപ്പാർട്ട്മെന്റുകാർക്ക് എഴുതാൻ പറ്റുന്നത്. അതില് ലാസ്റ്റ് തവണ നമ്മളുടെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതി ക്വാളിഫൈഡ് ആയവർക്ക് ലിസ്റ്റിലുള്ളവരെ തികയാഞ്ഞിട്ട് അവര് ഈ പറഞ്ഞു വന്ന നമ്മുടെ സെക്കൻഡറി ലിസ്റ്റ് ഉണ്ടല്ലോ, അതും എല്ലാം ഫുൾഫിൽ ആയിട്ട് പരീക്ഷ വീണ്ടും നടത്തിയായിരുന്നു, ആളെ കിട്ടാഞ്ഞിട്ട്. അപ്പൊ ഇതാണ് സിനാരിയോ നടക്കുന്നത്. ആൾക്കാർ അറിയുന്നില്ല. പിന്നെ വേറൊന്നും സംഭവിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് കയറിയവര് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ഹയറും എല്ലാം മേടിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വഴിയായിട്ട് സീറ്റ്സ് ഒപ്പിക്കുന്നുണ്ട്. എന്നാൽ സാധാ PSC വഴി വരുന്നവരിൽ നിന്ന് ടെക്നിക്കൽ PSCയിൽ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ അത് അറിയാത്തതുകൊണ്ട് ഒത്തിരി പേർക്ക് മിസ്സാകുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ സാർ ഈ പറഞ്ഞ പോലെ നോക്കണമെന്നിട്ട് ബിടെക്കിന് വരുന്ന ഒരു കുട്ടി ഒരു 4 വർഷം ആകുമ്പോൾ അവന്റെ ലൈഫ് സെറ്റിൽ ആവണം അല്ലെ? അപ്പൊ അവനിപ്പോ പല ഓപ്ഷൻസ് ഉണ്ട്. സത്യം പറഞ്ഞ ഗേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ടെക്നിക്കൽ PSC ആ വഴിക്ക് പോവാ, പ്ലേസ്മെന്റ് കഴിക്കാം. നമുക്ക് ഇതിനു വേണ്ടി സാർ എന്താണ് ചെയ്തേക്കുന്നത്? ഇതിനു വേണ്ടി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബിടെക് ട്യൂട്ടറിലെ ബണ്ടിൽ കോഴ്സ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതില് ശരിക്കും ആദ്യത്തെ വർഷവും 2ാമത്തെ വർഷവും ഉള്ളവരാണ് ജോയിൻ ചെയ്യുന്നത്. കൃത്യമായിട്ട് അവർക്ക് ഈ പറഞ്ഞു വന്ന ബിടെക്കിന്റെ മുഴുവൻ ആക്സസും ഉണ്ടാവും. ഈ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ബിടെക്കിന്റെ ആക്സസ് വഴിയായിട്ട് ഈ അസിസ്റ്റൻസ് വഴിയായിട്ട് അവർക്ക് എല്ലാ പേപ്പറും അവരുടെ എഞ്ചിനീയറിംഗിലെ നമ്മുടെ കൂടെ തന്നെ പഠിക്കാൻ പറ്റും. അതിന് പ്രത്യേകം ക്ലാസ്സസ് ഉണ്ട്. കൂടെ തന്നെ ഇവർക്ക് ഗേറ്റിന്റെ ക്ലാസ്സസ് കൃത്യമായിട്ട് പറഞ്ഞാൽ S3 മുതൽ S6 വരെയുള്ള കോർ സബ്ജക്ട്സുകൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ പേപ്പറുകൾക്കും അല്ല, കോർ സബ്ജക്ട്സുകൾക്ക് മാത്രമായിട്ട് ഗേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾക്ക് പ്രത്യേകം ഗേറ്റ് ക്ലാസ്സസ് അവർക്കുണ്ടാവും. അപ്പോൾ അവർക്ക് ആ സെമ്മിൽ തന്നെ അത് പഠിച്ചു പോകാൻ സാധിക്കും. പൂർത്തിയാകുന്ന സമയത്ത് S6 പൂർത്തിയാകുന്ന സമയത്ത് അവർക്ക് മോക്ക് എക്സാംസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. S8 ആകുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞു വന്ന സയന്റിസ്റ്റ് പോസ്റ്റുകളായ ബാർക്ക്, DRDO, ISRO പോലുള്ള എക്സാംസുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. ഇതാണ് ബണ്ടിൽ കോഴ്സിന്റെ ടോട്ടൽ ഒരു കഥ. സാധാരണഗതിയിൽ ഈ ഗേറ്റിന്റെ സ്കോർ വെച്ചിട്ടാണല്ലോ ഈ PSC കമ്പനികൾക്കൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇവര് സെപ്പറേറ്റ് എക്സാം നടത്താന്ന് പറയുമ്പോൾ ഈ ഗേറ്റിന്റെ ലെവലിൽ തന്നെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ആ എക്സാംസിനൊക്കെ പാറ്റേൺസ് ഒക്കെ മാറ്റമുണ്ടോ? ഈ പറഞ്ഞു വന്ന ISRO, DRDO, ബാർക്ക് എന്ന് പറയുന്നതിന്റെ എക്സാമിന് ഗേറ്റുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. അവര് തന്നെ പരീക്ഷ നടത്തുമ്പോൾ അവര് ഈ പറഞ്ഞു വന്ന ഗേറ്റിന് ഇപ്പൊ കാൽക്കുലേറ്റർ ഉണ്ട്. ഈ ISROയുടെ പോലത്തെ പരീക്ഷകൾക്ക് കാൽക്കുലേറ്റർ ഇല്ല. അതേപോലെ തന്നെ അവർക്ക് എക്സ്ട്രാ കുറച്ച് സിലബസ്, ഈ ആന്റിന അങ്ങനെയുള്ള, ഇപ്പൊ ഉദാഹരണം ഇലക്ട്രോണിക്സിലാണ് പറയുന്നത്, ആന്റിന അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന് പ്രാധാന്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ പോർഷനുകൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്താണ് അവർ ക്വസ്റ്റൻ. അപ്പൊ ചോദ്യങ്ങൾ കുറച്ചും കൂടി ഡെപ്തില് ആയിരിക്കും ഗേറ്റിൽ വരുന്നുണ്ടാവുക അല്ലെ? ISR എന്ന് പറയുമ്പോൾ ഇപ്പൊ കാൽക്കുലേറ്റ് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഡെപ്ത് ഉള്ള പരീക്ഷ എപ്പോഴും ഇന്ത്യയിൽ നടക്കുന്നതിൽ ഗേറ്റ് തന്നെയാണ്. ISRO മറ്റുള്ള എക്സാംസുകളെല്ലാം തന്നെ ഗേറ്റിന് അത്രയും ഡെപ്ത് വരത്തില്ല. കാരണം ഒന്ന് തന്നെ പറയാം, ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന IIT-ക്കാരാണ്.
അതുപോലെ തന്നെയാണ് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഉം. റിപ്പീറ്റഡ് ചോദ്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാ ടൈം പുതിയ പുതിയ ചോദ്യങ്ങൾ വരാന്നുള്ളത്. അതെ. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടോ? അത് പറഞ്ഞു വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ IIT-കളിലെല്ലാം തമ്മിൽ മെയിൻ IIT-കളായ 7 IIT-കളാണ് മെയിനായിട്ട് ഈ ഗേറ്റ് എക്സാം നടത്തുന്നത്. ഇത്രയും നാളത്തെ ഒരു സിനാരിയോ കണ്ടാൽ ഇവരെല്ലാ പരീക്ഷ അല്ലെങ്കിൽ എല്ലാ തവണയും ഇവരെല്ലാം തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അവര് ഒരാൾ വെല്ലുന്ന രീതിയിലാണ് അടുത്ത തവണ ക്വസ്റ്റ്യൻ ഇടുന്നത്. ഒരു തവണ പോലും റിപ്പീറ്റിംഗ് ആവില്ല. പക്ഷേ ഈ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചും ഗേറ്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും സൊല്യൂഷൻ ബുക്ക് ഉണ്ടാക്കിയ ഞാൻ വ്യക്തമായിട്ട് പറയാം, അതിന്റെ ഒരു ബ്യൂട്ടി ഭയങ്കരമാണ്. ഞാനിതിന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ വരുന്ന കൊറോണയുടെ മുമ്പ് വരെ എല്ലാ വർഷവും എക്സാം എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ആദ്യ വർഷങ്ങളിലൊക്കെ ഈ പറഞ്ഞു വന്ന നല്ല റാങ്ക് കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ ലിറ്റിൽ ബിറ്റ് പുറകിലാണ് ഞാൻ. അപ്പോ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ, ഇപ്പോഴത്തെ പുതിയ കാൽക്കുലേറ്റർ വന്നു. ഞാൻ എന്റെ കാൽക്കുലേറ്ററാണ്, പഴയകാല കാൽക്കുലേറ്റർ പണ്ട് ഗേറ്റ് എക്സാമിന് കൊണ്ടുപോകാമായിരുന്നു. ഇന്നിപ്പം ഗേറ്റ് തന്നെ അല്ലെങ്കിൽ അവര് തന്നെയാണ് കമ്പ്യൂട്ടർ ടെസ്റ്റിന്റെ കൂടെ കാൽക്കുലേറ്റർ വരുന്നത്. അപ്പൊ ആ കാൽക്കുലേറ്റർ ഒന്ന് യൂസ് ചെയ്ത് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടില്ല എന്നുള്ള തോന്നലുണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്റെ ലിറ്റിൽ ബിറ്റ് എന്റെ റാങ്ക് പറയപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എനിവേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ, ഇതുപോലുള്ള ഒരു ബ്യൂട്ടി എക്സാം നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫോർ എഞ്ചിനീയേഴ്സ്. സാർ അപ്പോ ഈ ബണ്ടിൽ കോഴ്സ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ കോഴ്സിൽ നമ്മൾ എങ്ങനെയാണ് ഗേറ്റ് കൊടുക്കുന്നുണ്ട്, ഗേറ്റ് കൊടുത്തിട്ട് നമുക്കിപ്പോ ISR കൊടുക്കുന്നുണ്ട്, ഓൾസോ ടെക്നിക്കൽ PSC എക്സാംസ്, അതെങ്ങനെയാണ് ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ടെക്നിക്കൽ PSCയുടെ എല്ലാ കാര്യങ്ങളും വരുന്ന എഞ്ചിനീയറിംഗ് PSC ആയിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഈ പറഞ്ഞ ബണ്ടിൽ കോഴ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് BTech റൂട്ടിലാണ്. അവിടെ നമ്മൾ മെയിനായിട്ട് എഞ്ചിനീയറിംഗിനുള്ള അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗിന്റെ പേപ്പറുകളുടെ ക്ലാസ്സസ് ഉണ്ടാവും. രണ്ടാമത് ഗേറ്റിന്റെ ക്ലാസ്സസ് ഉണ്ടാവും. മൂന്നാമത് ISR DRDO അങ്ങനെയുള്ള സയന്റിസ്റ്റ് പോസ്റ്റുകൾക്കുള്ളതാണ്. പക്ഷെ ഒത്തിരി കുട്ടികൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിതിൻ പറഞ്ഞത് ശരിയാണ്, ഒത്തിരി കുട്ടികൾ ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നിക്കൽ PSC, പക്ഷേ ഈ ടെക്നിക്കൽ PSC ഒരിക്കലും അവരുടെ എഞ്ചിനീയറിംഗിന്റെ സമയത്ത് തന്നെ എഴുതാൻ പറ്റൂല. ടെക്നിക്കൽ PSC ആക്ച്വലി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഡിഗ്രി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ട് നമ്മൾ തുളസിയിൽ അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ PSCയുടെ സൈറ്റിൽ കയറി, PSCയുടെ സൈറ്റിന്റെ പേരാണ് തുളസി, ആ തുളസിയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ. അങ്ങനെ വരുമ്പോൾ തന്നെ ഡിഗ്രി ഇല്ലാത്തവർക്ക് അത് എഴുതാൻ പറ്റൂല. അപ്പൊ പിന്നെ എക്സ്റ്റെൻഡഡ് ആയി പോകും അവരുടെ PSCയുടെ കോച്ചിങ്. പക്ഷെ എങ്കിലും നമ്മുടെ ബണ്ടിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഇതൂടെ ആഡ് ഓൺ ചെയ്യാനായിട്ട്. സാർ അപ്പോ ഈ പറഞ്ഞ പോലെ സാർ എന്തായാലും ഇക്കൊല്ലം ഗേറ്റ് റാങ്ക് 1ാം റാങ്ക് ഉണ്ടാക്കും എന്നുള്ള വാശിയിൽ തന്നെയാണ്. അപ്പൊ ഈ ഗേറ്റിന്റെ കോച്ചിങ് ഇക്കൊല്ലം എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഇത്തവണ നമ്മുടെ ഗേറ്റ് കോച്ചിങ് മോർണിംഗിലാണ് ക്ലാസ് ടൈം വെക്കുന്നത്. കാരണം വീക്കെൻഡിൽ മാത്രം ക്ലാസ് കൊടുത്താൽ നമുക്കൊരു വലിയ ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിശ്വാസമില്ല. അതുപോലെ ഇത്തവണ നമ്മൾ 1ാം റാങ്കിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ടൈമും വേണം. അപ്പൊ ഒരു 6 o'clock അല്ലെങ്കിൽ 6:30 ഏതെങ്കിലും ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു വരുന്നത്. ഈ വരുന്ന 21 അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് 1 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനാണെങ്കിലും മോർണിംഗിൽ 6 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ വീക്കിലും എക്സാംസ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞു വന്ന കൃത്യതയോടെ നമ്മളെ ഫോളോ ചെയ്യുന്ന 1ാം റാങ്കിന് വേണ്ടി തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ മാത്രമേ നമ്മൾ ഈ ജോലി അല്ലെങ്കിൽ ഈ ഒരു ഉദ്യമത്തിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താ ചോദിച്ചാൽ, മാതാപിതാക്കളോട് ഇൻക്ലൂഡ് ചെയ്താണ് നമ്മുടെ ഈ ഗേറ്റ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ എല്ലാ റിസൾട്ടും മാതാപിതാക്കളെ അറിയിക്കും. ആ പറഞ്ഞ മാതാപിതാക്കളുടെ ഒരു എന്താ പറയുന്നത് കൂടിച്ചേർത്തുള്ള ഒരു പ്രോഗ്രാമാണിത്. സാർ ഈ ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ടെക്നിക്കൽ PSCനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ സത്യം പറഞ്ഞ BTech കഴിഞ്ഞ് ചിലപ്പോൾ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഇപ്പൊ കൂടുതലും 30 വയസ്സിന് മേലെയുള്ള സ്ത്രീകളാണെന്നുള്ള രീതിയിലൊക്കെ സാർ പറഞ്ഞിരുന്നു. അപ്പൊ അവർ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് പല പല റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ബാക്കി വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? ഞാൻ കൃത്യം പറയാമല്ലോ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ആത്മാർത്ഥതയിൽ ഞാൻ എന്നും എന്താ പറയുന്നത് വളരെ സന്തോഷവാനാണ്. പക്ഷെ അവരുടെ ഒരു എന്താ പറയുന്നത് ഒരു ലിമിറ്റേഷൻ എന്താ ചോദിച്ചാൽ, അവർക്ക് ഫാമിലിപരമായ പ്രോബ്ലം ഉണ്ട്, അവർക്ക് ജോലിയുണ്ട്. ഇവർക്ക് വേണ്ടി നമ്മൾ നൈറ്റിലാണ് മിക്കവാറും ക്ലാസ് വെക്കുന്നത്. പക്ഷെ ഒന്നുള്ളത് എന്താ ചോദിച്ചാൽ, ദേ ഹാവ് ടു ഫൈൻഡ് എ ടൈം ഫോർ ദാറ്റ്. കാരണം അതല്ലാതെ ഒരു മാർഗമില്ല ഇവിടെ. കാരണം ഇന്നത്തെ PSCകൾ പണ്ട് ഈ പറഞ്ഞു വന്ന ഒരു 5 ദിവസം പഠിപ്പിച്ച് 2014 ഞാൻ ഒരു 6-7 പേരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 3 പേർക്ക് നമ്മുടെ KSEB AE ആയിട്ട് ജോലി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി പറഞ്ഞാൽ
ഈ പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഒന്നോ രണ്ടോ പേരാണ് കയറിപ്പോയത്. അപ്പോൾ ഈ പറഞ്ഞു വന്ന അന്ന് കാലത്ത് അത്രയും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാലത്തെ കോമ്പറ്റീഷൻ വളരെ വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു പ്രിപ്പയർ വെരി വെൽ. ഇനിയും ജോലിയുള്ളവരാണെങ്കിലും ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, അവര് നല്ലപോലെ സ്ട്രൈവ് ചെയ്യാതെ ഇതിന് വന്നിട്ട് കാര്യമുണ്ടാവില്ല. ഫൈനലി സാർ ഇപ്പോ ഇതിന്റെ രണ്ട് സൈഡും കണ്ടിട്ടുണ്ട്. ഒരു റാങ്ക് ഹോൾഡർ ആണ്, ഓൾസോ ഒരു ടീച്ചറാണ്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമ്മുടെ ഇപ്പോ KTU സ്റ്റുഡൻസ് പറയുന്നത് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള KTU സ്റ്റുഡൻസിന് സാറിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്? ഇപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലത്തെ കഥ വെച്ച് തന്നെ പറയാം. ബിടെക്കിന്റെ ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നു. ഒത്തിരി പേരാണ് സാർ തകർന്നു, സാർ തീർന്നു, സാർ പോയി, സാർ. സത്യത്തിൽ ഞാൻ പറയില്ല, 56 സപ്ലൈ എഴുതിയ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ബിടെക്കിന്റെ അവസാനമൊക്കെ എത്തുമ്പോൾ ഒരു S6 കഴിയുമ്പം നിങ്ങൾക്ക് ബോധം ഉദിക്കും. ഇപ്പോഴേ ഉദിച്ചില്ലെങ്കിൽ ആ സമയത്ത് ബോധോദയം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എവിടേക്ക് പോകണമെന്നൊരു തീരുമാനം ഉണ്ടാവും. ഞാൻ എല്ലാവരോടും പറയുന്ന ഗേറ്റിന് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വാട്ട് എവർ ദ തിങ്സ്, നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അത് ചൂസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാം അതിനുവേണ്ടി കൊടുക്കുക. ഓൾ എന്നാ പറയുന്നത്, ഗീവ് ഓൾ ടു അതിനുവേണ്ടി കൊടുക്കുക. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറയുന്നത് സക്സസ് നിങ്ങളെ ഫോളോ ചെയ്തോളും. അപ്പൊ എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ കരിയർ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ ജോയിനിങ് അസ്. നമുക്ക് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടി കരിയർ ഓറിയന്റഡ് ആയിട്ട് ജോബ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് പോകാം. അപ്പൊ എല്ലാവരും പരിപാടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.